താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിടാനായിട്ട് ഉത്തരവ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന ഒരു കട്ടിംഗ് ആണിത്. വിശദമായിട്ട് ഈ ഒരു വാർത്ത നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിലുള്ള താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് PSC റാങ്ക് പട്ടികയിൽ നിന്നും താൽക്കാലിക നിയമനം നടത്തണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 2018 ലൈറ്റ് ഡ്യൂട്ടി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. ഈ പട്ടികയിൽ നിന്നും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സർക്കാർ നിയമനം നൽകിയത്. എന്നാൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒട്ടേറെ പേരെ താൽക്കാലിക ഡ്രൈവർമാരായി നിയമിക്കുകയും ചെയ്തു. ഇതിൽ ഭൂരിപക്ഷവും സ്ഥാപനം ഭരിക്കുന്നവരുടെ സ്വന്തക്കാരായിരുന്നു. ഇതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. സ്ഥിരം തസ്തിക സൃഷ്ടിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് താൽക്കാലികക്കാരെ നിയമിക്കുന്നതെന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. എങ്കിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് ഉദ്യോഗാർത്ഥികൾ ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാലും ഇവരെ താൽക്കാലികമായി നിയമിക്കണമെന്ന് ഉത്തരവിട്ടത്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരെ താൽക്കാലികമായി നിയമിക്കുകയും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ സ്ഥിരമാക്കുകയും വേണമെന്ന ആവശ്യം സംബന്ധിച്ച് കേസ് തുടരുകയാണ്. ഉത്തരവ് നടപ്പാക്കിയാൽ സംസ്ഥാനത്ത് ഏതാണ്ട് 2550 താൽക്കാലിക ഡ്രൈവർമാർ പുറത്താകും. മുൻപ് KSRTCയിലെ എംപാനൽ ഡ്രൈവർമാർ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. എംപാനൽ ഡ്രൈവർമാരെ നേരത്തെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ ഈ ഉത്തരവ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ 2550 താൽക്കാലിക ഡ്രൈവർമാർ പുറത്തായേക്കും എന്നാണ് മനോരമയിൽ വന്ന ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും താൽക്കാലിക നിയമനം നടത്തണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിലിപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി തുടർ നടപടികളൊക്കെ ഉണ്ടാവും. ഇതൊരു ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചാനലിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ കട്ടിങ്, മനോരമയിൽ വന്ന് പേപ്പർ കട്ടിങ് ഡ്രൈവർ എക്സാം ക്രാക്കർ എന്ന ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. കട്ടിങ് വേണമെങ്കിൽ ഈ ടെലഗ്രാം ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡ് പാർട്ടിലെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡീറ്റെയിൽ അറിയാനായിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെലഗ്രാം നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽ വഴിയെ അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്നും ഡീറ്റെയിൽ ലഭിക്കുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഓൾറെഡി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.